ഹലോ ഹായ് ഇന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അരിപ്പൊടിയും ഏത്തപ്പഴവും തേങ്ങയൊക്കെ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റായിട്ടുള്ള ആവിയിൽ വേവിച്ചൊരു പലഹാരം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്തെടുക്കാം. പിന്നെ ഒരു 4 ഏലക്കയുടെ കുരു അതോട് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 കപ്പ് തേങ്ങ, 1 കപ്പ് വെള്ളം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ രീതിയിലാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തേക്കുന്നത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പാകത്തിന് ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള മാവ് അതാണ് കേട്ടോ. ആ പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കിസ്മിസും എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കിസ്മിസൊക്കെ ഫ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കുഞ്ഞായി കട്ട് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ചേർത്തെടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഏത്തപ്പഴം ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് അതോട് ചേർത്തെടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എനിക്ക് 3 സ്പൂൺ മതി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും ചേർത്ത് കൊടുത്തത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മതി കേട്ടോ. ഇതിനിപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പ് വെച്ചെടുക്കാം. വെള്ളം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ ഒരു കിണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഒരു ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, ഏത്തപ്പഴത്തിൻ്റെയും തേങ്ങയുടെ മിക്സ്, അത് കുറച്ച് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലെ കൂടി കുറച്ചുകൂടി മാവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലെയർ രീതിയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുറച്ചുകൂടി മേളിൽ കുറച്ചും കൂടി മിക്സ് ചേർത്തിട്ട് ഇതുപോലെ ഒരു ഇല വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാട്ടോ. അതിനിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇലയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഈ ആവിയിൽ വേവിച്ച അപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് ഈ ഒരു ഇലയിലേക്ക് കമത്തിയിട്ട് കൊടുത്തു. നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ. ഉള്ളിൽ നമ്മൾ മറ്റേ ഫില്ലിങ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അടിപൊളി പലഹാരമാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും വൈകിട്ട് 4 മണിക്കുള്ള പലഹാരത്തിനായിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു കിണ്ണത്തപ്പം ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.